PSC ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തുവരികയാണ്. ആസൂത്രണ ബോർഡിലെ മൂല്യനിർണ്ണയ ക്രമക്കേടിലും ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്നത്തെ PSC യോഗം ചർച്ച ചെയ്യും എന്നാണ് പ്രധാനപ്പെട്ട വിവരം. മൂല്യനിർണ്ണയത്തിൽ ഗുരുതര പിഴവുണ്ടായെന്നാണ് അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയും ഇന്ന് തീരുമാനിക്കുമെന്നാണ് വിവരം. ഇതേ വിഷയത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും തുടരുകയാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന, ഇതിപ്പോൾ PSCയുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകളിൽ ചെറിയ ക്രമക്കേടുകളല്ല, ഓരോ ദിവസവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. പുതിയ പരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇതിപ്പോൾ ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാർ എന്ന നിലയിലാണോ PSCയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ? ഒപ്പം ആഭ്യന്തര അന്വേഷണവും അങ്ങനെയാണോ കണ്ടെത്തിയിരിക്കുന്നത്? മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ, പ്രത്യേക സംഘത്തിന്റെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിന്റെ അവസ്ഥ എന്താണ്? ആസൂത്രണ ബോർഡിലെ പരീക്ഷ നടത്തിപ്പിലുണ്ടായ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് PSCയുടെ ആഭ്യന്തര വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടായിരിക്കും ഇന്നത്തെ യോഗം വിശദമായി ചർച്ച ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം നയിക്കുന്ന അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആഭ്യന്തര വിജിലൻസും സമാനമായ തരത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് PSCക്ക് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിന്മേലുള്ള വിശദമായ ചർച്ചകളാകും ഇന്ന് PSC യോഗത്തിൽ നടക്കുക. തുടർ നടപടികൾ എങ്ങനെ വേണം എന്ന കാര്യത്തിൽ ഇന്ന് അടിയന്തരമായ ഒരു ഇടപെടൽ PSC ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ സമാന്തരമായി മറ്റൊരു അന്വേഷണം ആഭ്യന്തര വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് അത് തുടരേണ്ട കാര്യമുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടി വിശദമായ ചർച്ചകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പരീക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്ക് ശുപാർശ ചെയ്തേക്കും യോഗം എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഈ ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിലും അതിനെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട് എന്നാണ് സൂചന. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പരീക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തരമായ നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ PSC ബോർഡിന്റെ ഭാഗത്തുനിന്ന് അടക്കം ലഭിക്കുന്നത്. തീർച്ചയായും PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ, കൂടുതൽ കണ്ടെത്തലുകളൊക്കെ പുറത്തു വരികയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.